2024 ഇറങ്ങുന്ന ആദ്യത്തെ ഡ്രാമയാണ് മാരി മൈ ഹസ്ബൻഡ്. ഈ ഒരു കഥയിലെ ഹീറോയിനാണ് ജീവൻ. ജീവണിന് ക്യാൻസർ ഒക്കെ വന്നതിന് ശേഷം അവൾ അവളുടെ ഹസ്ബൻഡിനെ കാണുവാനായിട്ട് എത്തി കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡ് അവളെ ചീറ്റ് ചെയ്യുന്ന കാഴ്ച ആയിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഹസ്ബൻഡിന്റെ കാമുകിയുടെയും കൈകൊണ്ട് കൊല്ലപ്പെടുന്ന അവളും പിന്നീട് കണ്ണൊക്കെ തുറന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും 10 വർഷം മുൻപായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 2023 കൊല്ലപ്പെട്ട അവൾ 2013 സഞ്ചരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അവൾ ഇപ്പോൾ അവളുടെ നിലവിലുണ്ടായിരുന്ന ഹസ്ബൻഡിനെ ഡേറ്റ് ചെയ്യുന്ന സമയമാണ്. അവൾ 2013 വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ബോസിനെയൊക്കെ ഡേറ്റ് ചെയ്താൽ കൊള്ളാമെന്നൊക്കെ അവൾക്ക് തോന്നുകയാണ്. പക്ഷെ അപ്പോഴാണ് അവൾക്ക് സംഭവിക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ മറ്റാർക്കെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മാത്രമേ അവൾക്കത് സംഭവിക്കാതെ ഇരിക്കുകയുള്ളൂ എന്ന കാര്യമൊക്കെ അവൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ ചീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹസ്ബൻഡിനെയും ബെസ്റ്റ് ഫ്രണ്ടിനെയും കൂടി അവൾ ഇതിൽ ഉപയോഗിക്കുകയാണ്. ഏതൊക്കെ മോശം കാര്യങ്ങളായിരുന്നു അവൾക്ക് സംഭവിക്കേണ്ടിയിരുന്നത്, ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ അവരുടെ ലൈഫിലേക്ക് മാറ്റുവാനായിട്ടും അവൾ നോക്കുന്നു. അതാണ് ഈ ഒരു ഡ്രാമയുടെ മെയിൻ ആയിട്ടുള്ള കഥ. 2021 ഇതേ പേരിൽ തന്നെ ഒരു വെബ് കോമിക് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വെബ് കോമിക്കിന്റെ അതേ സ്റ്റോറിയാണ് ഇതിലും വരുന്നത്. ആ വെബ് കോമിക് വളരെയധികം ഫേമസ് ആയതായിരുന്നു. മാത്രമല്ല അത്രയ്ക്ക് നല്ല സ്റ്റോറിയുമായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രാമയൊക്കെ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഡ്രാമയൊക്കെ സ്ട്രൈക്ക് കിട്ടുവാനായിട്ട് ചാൻസ് ഉള്ള ഒരു ഡ്രാമയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫോട്ടോസ് ആയിട്ട് ഈ സെക്കൻഡ് ചാനലിൽ തന്നെ ഇട്ടിട്ടുള്ളത്. പക്ഷെ എന്നാൽ പോലും ഈ ഒരു ഡ്രാമയുടെ ഏതെങ്കിലും വീഡിയോയ്ക്ക് സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ തന്നെ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ഡ്രാമയിലേക്ക് കടക്കാം. ആശുപത്രി കിടക്കയിൽ ഇരുന്നുകൊണ്ട് വെളിയിലുണ്ടായിരുന്ന ഫ്ലവേഴ്സ് ഒക്കെ നോക്കിയിരിക്കുകയായിരുന്നു ജീവൻ. ജീവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് സുമിൻ. നീ എന്നെ വിട്ട് പോക്കുകയാണെങ്കിൽ എനിക്കത് ക്ഷമിക്കുവാനായിട്ട് സാധിക്കുകയില്ല. നിനക്ക് ഇനിയും ഒരുപാട് കാലം എന്റെ ഒപ്പം ജീവിക്കാനായിട്ടുള്ളതാണ് എന്നൊക്കെ സുമിനും അവളോട് പറയുകയാണ്. എന്റെ ഹസ്ബൻഡ് എന്നെ ചതിക്കുകയാണ്. അവനാകട്ടെ ഐ ലവ് യു എന്നും ഐ മിസ് യു എന്നും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അപ്പോൾ തന്നെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തായാലും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയില്ല, പക്ഷെ നല്ലൊരു ഫ്രണ്ടിനെ കിട്ടിയ സന്തോഷം എനിക്കുണ്ട് എന്നൊക്കെ ജീവണും പറയുന്നുണ്ട്. ബ്ലഡ് ഒക്കെ മാറ്റിവെക്കുന്ന സമയത്ത് ജീവണും അവൾ ഇതിനു മുമ്പ് ഹാപ്പി ആയിട്ടിരുന്ന നിമിഷം ഏതാണെന്ന് പോലും ഓർത്തെടുക്കുവാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. അവളാകട്ടെ 6 മാസം മാത്രമേ ജീവിക്കുകയുള്ളൂ എന്നാണ് ഡോക്ടർ പോലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ജീവന്റെ വിവാഹ ദിവസമൊക്കെ കാണിക്കുകയാണ്. അവളും ഫ്ലവേഴ്സ് ഒക്കെ എറിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സുമിനായിരുന്നു അത് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അവളുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള മിൻഹുവാന്റെ അമ്മയാകട്ടെ അവൾക്ക് ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തു കൊടുക്കുക എന്ന് ഇതുവരെ നിന്നെ ആരും പഠിപ്പിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ സ്ഥാനത്ത് നിന്ന് തന്നെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തരാമെന്നൊക്കെയാണ് അവളുടെ വിവാഹ ദിവസം തന്നെ പറയുന്നത്. ഇനി മറ്റൊരു ദിവസമാകട്ടെ അവൾക്ക് കുട്ടികളൊന്നും ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അവളെ കുറ്റം പറഞ്ഞുകൊണ്ട് അമ്മയും സംസാരിക്കുകയാണ്. ഇനി മറ്റൊരു ദിവസമാകട്ടെ മിൻഹുവാൻ ഉണ്ടായിരുന്ന ജോലിക്ക് ഉപേക്ഷിച്ചിട്ട് പണമൊക്കെ റോയിജന്റിൽ എന്ന ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ അവർ ഇതിനു മുമ്പ് ലോണൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ മാസം വലിയൊരു തുക തന്നെ അടയ്ക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ അവൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ അതൊന്നും തന്നെ കാര്യമാക്കാതെ അവൻ ചെയ്തത് ശരിയാണെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്മയും അവനെ സപ്പോർട്ട് ചെയ്ത് മാത്രമാണ് സംസാരിക്കുന്നത്. അവൾ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ സീനിയർ ആകട്ടെ അവളോട് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും അവളുടെ മൂക്കിൽ നിന്നും ബ്ലഡ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു. ജീവൻ വീടിന്റെ ലോക്കൊക്കെ നന്നാക്കുവാനായിട്ട് മിൻഹുവാനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും അവൻ അതൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് അവൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ അവിടെ തന്നെ ഉപേക്ഷിച്ചതിന് ശേഷം വീട് വൃത്തികേടാക്കിയിട്ടാണ് അവൻ ഗെയിമൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾക്ക് ശരിക്കും പണിയെടുക്കുവാനൊന്നും അറിയത്തില്ലാത്തത് കൊണ്ടാണ് ഇതുപോലെ രാവും പകലും എല്ലാം തന്നെ കഷ്ടപ്പെട്ട് പണിയെടുക്കുവാനായിട്ട് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിൻഹുവാനും അവളെ കുറ്റപ്പെടുത്തുകയാണ്. അവൾക്ക് വലിയൊരു വയറുവേദനയൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിലേക്ക് കഴിയുമ്പോഴത്തേക്കുമാണ് ഗ്യാസ്ട്രിക് ക്യാൻസറിന്റെ 4ാമത്തെ സ്റ്റേജിലാണ് അവൾ ഇപ്പോൾ ഉള്ളതെന്ന കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. അമ്മയ്ക്കും മിൻഹോനും ജീവണിന് അസുഖം വന്നതിൽ ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. അതിന് പകരമായിട്ട് നിനക്ക് നല്ല ആളെയൊക്കെ നോക്കിയെടുത്തുകൂടായിരുന്നു എന്നാണ് അമ്മയും മിൻഹോന്റെ അടുത്ത് ചോദിക്കുന്നത്. ഇനി മിൻഹോൻ ആകട്ടെ ഇനി ആരാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുക എന്ന് അമ്മയോട് ചോദിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ടെക്നോളജി ഒക്കെ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നൊക്കെ കഴിച്ചാൽ അവളുടെ അസുഖം മാറുന്നതേ ഉള്ളൂ. അവളെ കൊണ്ട് തന്നെ എല്ലാ ജോലികളും ചെയ്യിക്കാമെന്നൊക്കെ അമ്മയും പറയുന്നു. നിനക്ക് ക്യാൻസർ ഉള്ള കാര്യം കമ്പനിയിൽ പോലും അറിയിക്കുവാനായിട്ട് പാടില്ല. അതുവരെ നീ വർക്കൊക്കെ ചെയ്യണമെന്ന് അമ്മയും അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഒരു ജോലിക്കാരിയും നീ ഇപ്പോൾ ഹസ്ബൻഡിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് പകരമായിട്ട് നല്ലൊരു ഫ്രണ്ടിനെയൊക്കെ ദൈവം നിനക്ക് തന്നിട്ടില്ലേ, അതോർത്ത് സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അവളുടെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ സൂമിനെ കാണിക്കുകയാണ്. അവൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അതേ കമ്പനിയിൽ തന്നെയാണ് സോമിനും വർക്കൊക്കെ ചെയ്യുന്നത്. ആ ഒരു കമ്പനിയുടെ മാനേജറാണ് ഇപ്പോൾ സൂമിൻ. എനിക്ക് പല പോരായ്മകൾ ഉണ്ടായിട്ട് പോലും സൂമിന് മാത്രമായിരുന്നു എന്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജീവൻ പറയുമ്പോഴത്തേക്കും സൂമിനാകട്ടെ ജീവന്റെ ഹസ്ബൻഡിനെ ചെന്ന് കാണുകയും അവർ തമ്മിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് ഏർപ്പെടുകയും ചെയ്യുകയാണ്. ഹോസ്പിറ്റലിലെ ഒരാൾ ജീവനെ വന്ന് കണ്ടതിന് ശേഷം ഇതുവരെ ആയിട്ടും ഹോസ്പിറ്റൽ ബില്ലൊന്നും അടച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ വീട്ടുകാരോട് ഇവിടെ വരണമെന്നൊക്കെ ആവശ്യപ്പെടുവാനായിട്ട് അയാളും പറയുകയാണ്.
അവളും പലതവണ ഹസ്ബൻഡിനെ വിളിക്കുന്നുണ്ടെങ്കിലും ഹസ്ബൻഡ് കോൾ എടുക്കാതെ ആകുമ്പോഴത്തേക്കും അവളും ഹസ്ബൻഡിന് മെസ്സേജ് അയക്കുന്നു. വിവാഹം കഴിഞ്ഞപ്പോൾ തന്നെ അവൻ ജോലിയൊക്കെ നിർത്തിയത് കൊണ്ട് തന്നെ അവളായിരുന്നു വീട്ടിലെ സകല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ ബില്ലെങ്കിലും അടയ്ക്കുവാനായിട്ട് അവളും ആവശ്യപ്പെടുകയാണ്. ഹസ്ബൻഡിന്റെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളും ഹോസ്പിറ്റലിൽ നിന്നും ഒരു ടാക്സിയൊക്കെ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകുകയാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കും ടാക്സി ഡ്രൈവറും അവളും കൂടി സംസാരിക്കുന്നു. അവളുടെ അസുഖമൊക്കെ വേഗം ഭേദമാകുന്നൊക്കെ ടാക്സി ഡ്രൈവർ പറയുമ്പോഴത്തേക്കും അവളാകട്ടെ മരിക്കുവാൻ പോകുകയാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നതും. അവളുടെ അച്ഛനൊക്കെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചു പോയതാണ്. അവൾക്ക് സിബ്ലിങ്സ് ആരും തന്നെ ഇല്ല. ആകെയുള്ളത് ഈ ഒരു ഹസ്ബൻഡ് മാത്രമാണ്. പക്ഷേ ആ ഒരു ഹസ്ബൻഡ് പോലും ഇല്ലാതിരുന്നെങ്കിൽ എന്നാണ് അവളിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഹസ്ബൻഡ് ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയ്ക്ക് കടമൊന്നും വരികയില്ലായിരുന്നു. ഹോസ്പിറ്റലിലെ ബില്ലെങ്കിലും അടയ്ക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു. അവൾ അങ്ങനെ പറയുമ്പോഴത്തേക്കും ഡ്രൈവർ ആകട്ടെ കാറൊക്കെ തിരിച്ചു മറ്റൊരു വഴിക്ക് അവളെ കൊണ്ടുപോകുകയാണ്. ഒരുപാട് പൂക്കളൊക്കെ പൂത്തു നിൽക്കുന്ന ആ ഒരു വഴിയിലൂടെ പോകുവാൻ തന്നെ ഒരു ഭംഗിയായിരുന്നു. നീ അറിയാതെ പോയ മറ്റു വഴികളും ഉണ്ടേന്നായിരുന്നു ഡ്രൈവർ അപ്പോൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവളും ഡ്രൈവർക്ക് പണമൊക്കെ കൊടുത്തിട്ട് വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. ഇന്നത്തോടെ ഞാൻ ജോലിയൊക്കെ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതാണ് എന്റെ അവസാന യാത്ര. ഈ ഒരു പണമൊക്കെ നിന്റെ അച്ഛൻ തരുന്നതായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞിട്ട് അവൾ കൊടുത്തിട്ടുണ്ടായിരുന്ന പണമൊക്കെ ഡ്രൈവറും അവൾക്ക് തിരികെ നൽകുന്നു. നിന്റെ ആരോഗ്യമൊക്കെ ഉടനെ തിരിച്ചു കിട്ടുന്നതായിരിക്കും. നിനക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാക്കുന്ന നല്ലൊരു ജീവിതമൊക്കെ നിനക്ക് തരുന്ന ഒരാളെ നിനക്ക് കിട്ടും. അത്രയും പറഞ്ഞ് അവൾക്ക് ബൈയൊക്കെ നൽകിയിട്ട് ഡ്രൈവറും പോകുന്നു. അവളും വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഒരു പെണ്ണിന്റെ ശബ്ദം കൂടി വീടിന്റെ അകത്തു നിന്നും കേൾക്കുകയാണ്. ജിവോന്റെ അച്ഛൻ ക്യാൻസർ വന്നായിരുന്നു മരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജിവോൺ മെലിഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൾക്കും ക്യാൻസർ ആയിരിക്കുമെന്ന കാര്യമൊക്കെ മിൻഹ്വാന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ മിൻഹ്വാനും ഒരു ഇൻഷുറൻസ് ഒക്കെ എടുത്തു. ജിവോൺ മരിക്കുകയാണെങ്കിൽ മിൻഹ്വാന് 1 ബില്യൺ തുകയൊക്കെ കിട്ടുന്നതായിരിക്കും. ജീവണ് ക്യാൻസർ ആണെന്നൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള കുറച്ച് രേഖകളൊക്കെ കൊടുത്തിട്ട് മിൻഹ്വാൻ നേരത്തെ തന്നെ പണമൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പണമൊക്കെ വെച്ചിട്ടായിരുന്നു സോമിന് ഒരു ഡിസൈനർ ബാഗൊക്കെ അവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി പണമാക്കട്ടെ അവൻ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്റ്റോക്സിൽ നിന്നും കുറച്ചുകൂടി പണം കിട്ടി കഴിയുമ്പോഴത്തേക്കും നിനക്ക് ഇതിലും വലിയ എന്തെങ്കിലുമൊക്കെ ഞാൻ മേടിച്ചു തരാമെന്ന് മിൻഹ്വാനും പറയുന്നു. ഇനി ജീവൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന തുക വെച്ചിട്ട് വേണം ഇവർക്ക് വലിയൊരു വീടൊക്കെ മേടിക്കുവാനെന്നും. അതുപോലെ തന്നെ അവൾ പെട്ടെന്ന് മരിക്കുവാനായിട്ട് ഞാൻ അവളെ കൊന്നാലോ എന്നൊക്കെ സോമിനും ചോദിക്കുകയാണ്. സ്വന്തം ഹസ്ബൻഡും ബെസ്റ്റ് ഫ്രണ്ടും കൂടി ചേർന്നിട്ട് തന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കുന്ന അവളും അവിടെ നിന്നും പോകുവാനായിട്ടൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും അവളും അച്ഛനും കൂടി നിൽക്കുന്ന ഒരു ഫോട്ടോയൊക്കെ അവർ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നത് അവളും കാണുകയാണ്. അങ്ങനെ തിരിച്ച് റൂമിലേക്ക് കയറി വരുന്ന അവളും കണ്ട സാധനങ്ങളെല്ലാം വെച്ചിട്ട് അവർക്കിട്ട് എറിയുന്നു. അവളുടെ ഹസ്ബൻഡും അവളെ തല്ലുവാനൊക്കെ തുടങ്ങിയതിനു ശേഷം തല്ലാതെ നിനക്കൊന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അവളും കണ്ണിൽ കണ്ട സാധനങ്ങളൊക്കെ അവന്റെ മേത്തേക്ക് വലിച്ചെറിയുന്നു. നീ എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, ഇനിയും നീ നിന്നെ കുറിച്ച് ആലോചിക്കാതെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സോമന് പോകുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ജീവനും സോമന്റെ ബാഗിലൊക്കെ പിടിച്ചു വലിക്കുന്നു. മാത്രല്ല സോമൻ അവളെ തല്ലിക്കൊണ്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും മിനുഖനും അവളെ പിടിച്ച് തള്ളുകയാണ്. പക്ഷെ അവളും നേരെ ഒരു ടേബിളിന്റെ മുകളിലേക്കായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. അവളുടെ തലയൊക്കെ ഇടിച്ച് വീണത് കൊണ്ട് തന്നെ അപ്പോൾ തന്നെ അവൾ മരണപ്പെടുകയാണ്. നമ്മൾ കൊലപാതക കുറ്റത്തിന് വല്ലതും ജയിലിൽ പോകുമോ എന്നൊക്കെ സുമിൻ ചോദിക്കുമ്പോഴത്തേക്കും മിൻഹ്വാനാകട്ടെ ക്യാൻസർ ഒക്കെ വന്നവർ പലപ്പോഴായിട്ട് ബോധം കെട്ട് വീഴുന്നതാണ്. അങ്ങനെ ഇവളും ബോധം കെട്ട് വീണതായിരിക്കുമെന്നൊക്കെ ആളുകൾ തെറ്റിദ്ധരിച്ചോളും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സേഫ് ആയിട്ട് നിൽക്കുവാനായിട്ടായിരുന്നു ആഗ്രഹിക്കുന്നതും. അങ്ങനെ 2023 ഏപ്രിൽ 12-ന് അവൾ മരിക്കുന്നു. അവൾ ആ ഒരു വേദനയൊക്കെ സഹിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവളുടെ മുമ്പിലായിട്ട് മിൻഹു എത്തുകയാണ്. ഹോസ്പിറ്റലിൽ പോയിട്ട് എന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരും അവളെ തൊട്ടുകൊണ്ടൊക്കെ നിൽക്കുമ്പോഴത്തേക്കും അവളാകട്ടെ നേരത്തെ മരിച്ച ആ ഒരു ഷോക്കിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവളും അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം തന്നെ അവന്റെ നേർക്ക് വലിച്ചെറിയുന്നു. അവളും മിൻഹ്വാന്റെ മുടിയിലൊക്കെ പിടിച്ചു കഴിയുമ്പോഴത്തേക്കും മിൻഹ്വാനും അവളെ ഇടിക്കുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. ഇടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ചീഹുക്കാണ് അവളെ രക്ഷിക്കുന്നത്. നീ ഇപ്പോൾ നിൽക്കുന്നത് ജോലി സ്ഥലത്താണ്, നിനക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചീഹുക്ക് ചോദിക്കുമ്പോഴത്തേക്കും അവൾക്കും പെട്ടെന്നൊരു തലകർക്കൊക്കെ തോന്നി വീഴുവാനായിട്ട് തുടങ്ങുകയാണ്. പക്ഷെ അപ്പോഴും ചീഹുക്ക് അവളെ പിടിക്കുന്നു. ഓടിപ്പോയി കണ്ണാടിയിൽ നോക്കുന്ന അവളും അവളുടെ ശരീരത്തിന് തന്നെ മാറ്റം വന്നതായിട്ടൊക്കെ മനസ്സിലാക്കുകയാണ്. അവൾ അവിടെ നിന്നും പേടിച്ചിട്ട് കുറച്ച് മാറുവാനൊക്കെ നോക്കുമ്പോഴത്തേക്കും ചൂടുവെള്ളമൊക്കെ അവിടെ ഒരു ഫ്ലാസ്കിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്ലാസ്കും മറിഞ്ഞ് അവളുടെ മേത്തേക്കൊക്കെ വീഴുവാനായിട്ട് തുടങ്ങുന്നു. പക്ഷെ അത് അവളുടെ മേത്ത് വീഴുന്നതിന് മുമ്പായിട്ട് തന്നെ ജീഹോക്കും അത് തട്ടി മാറ്റിയിട്ടുണ്ടായിരുന്നു. മിൻഹ്വാനും സോമിനും അവളെ നോക്കി നിൽക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവളും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ലിഫ്റ്റ് ഒന്നും വർക്ക് ആക്കാതെ വന്നപ്പോഴത്തേക്കും അവളും നടവഴിയൊക്കെ ആയിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൾ ഓടുമ്പോഴത്തേക്കും ഒരു ചെരുപ്പൊക്കെ വഴിയിൽ വീണു പോകുന്നു. പിന്നീടും അവൾ ഓടുമ്പോഴത്തേക്കും അവളുടെ പിറകെ തന്നെ ചീഹുക്ക് പോകുന്നുണ്ട്. അവൾ കുറച്ചു ദൂരമൊക്കെ ഓടി കഴിയുമ്പോഴത്തേക്കും വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നുണ്ടെങ്കിലും ചീഹുക്ക് അവളെ പിടിക്കുകയാണ്. അവളും ചുറ്റും നോക്കി കഴിയുമ്പോഴത്തേക്കുമാണ് ഇപ്പോൾ താനുള്ളത് 2023-ലല്ല
മറിച്ച് 2013 കാര്യമൊക്കെ മനസ്സിലാക്കുന്നത്. ജിഹുക്കും അവൾക്ക് ചെരുപ്പൊക്കെ ഇടിയിച്ചു കൊടുത്തതിന് ശേഷം എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവളുടെ അടുത്ത് ചോദിക്കുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.